നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും തന്നെ വളരെ പരിചിതമായ ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത്. ഇതിനെ ചില സ്ഥലങ്ങളിൽ ചെമ്പോത്ത് എന്നും ഈശ്വരക്കാക്ക എന്നുമൊക്കെ പറയാറുണ്ട്. ദൈവത്തിന്റെ പക്ഷിയായിട്ടാണ് അല്ലെങ്കിൽ ദൈവികതയുള്ള പക്ഷിയായിട്ടാണ് ഉപ്പനെ നമ്മൾ കണക്കാക്കേണ്ടത്. ഈ പക്ഷി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ചില സൂചനകൾ നമുക്ക് നൽകാനാണ്. എല്ലാ വീടുകളിലും എല്ലാ പറമ്പുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പക്ഷിയല്ല ഉപ്പൻ എന്ന് പറയുന്നത്. ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ, വീട്ടുപരിസരത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരാനാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാനാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഉപ്പനെ നമ്മുടെ വീട്ടുപരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ അത് മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. പണ്ട് കൊച്ചുകുട്ടികളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെമ്പോത്തിനെ കണ്ടു കഴിഞ്ഞാൽ പച്ച തൊട്ട് കഴിഞ്ഞാൽ മധുരം ലഭിക്കും എന്നുള്ളത്. ഒരു തമാശ പോലെ പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു വിശ്വാസമാണെങ്കിലും ചെമ്പോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മധുരം പകരാനായിട്ട് വരുന്ന ഒരു പക്ഷിയാണ്. നമ്മൾ എപ്പോഴും ശകുനത്തിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല ശകുനം കാണുന്നത് ആ ഒരു കാര്യത്തിന് തീരുമാനമുണ്ടാക്കാനും അതുപോലെ തന്നെ ആ ഒരു കാര്യം നല്ല രീതിയിൽ നടന്നു കിട്ടാനും ഒക്കെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ഇറങ്ങുന്നതിന് മുന്നേ ശകുനമായിട്ട് നമ്മുടെ സുധാമാവ് കണ്ട പക്ഷിയാണ് ഈ ഒരു ഉപ്പൻ എന്ന് പറയുന്നത്. ഈ ഉപ്പനെ ശകുനം കണ്ടുകൊണ്ടാണ് സുധാമാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉപ്പനെ കാണാനായിട്ട് സാധിക്കില്ല, എല്ലാവരുടെ പറമ്പിലും ഉപ്പനെ കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും, തൊട്ടടുത്ത വീട്ടിലെ പറമ്പിൽ നിൽക്കുന്ന ഉപ്പൻ ഒരു വട്ടം പോലും നിങ്ങളുടെ വീട്ടിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പറമ്പിൽ നിൽക്കുന്ന, നിങ്ങളുടെ വീട്ടിലെ ചുറ്റുവട്ടത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉപ്പൻ അടുത്ത വീട്ടിലേക്ക് ഒരു തവണ പോലും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ഒരു ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്നത് മഹാഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുമ്പോൾ, ജീവിതത്തിൽ ഐശ്വര്യം വന്നു കയറുന്ന സമയത്ത് മാത്രമേ ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയുള്ളൂ. ഉപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വീടിന് ചുറ്റും പറന്നു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉടൻ തന്നെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് അതിനെ കണക്കാക്കാം. ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മംഗളകാര്യം നിങ്ങളുടെ വീട്ടിൽ വളരെ അടുത്തു തന്നെ നടന്നിരിക്കും. നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തോ ഒരു കാര്യം വരാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൈ കൊട്ടുക എന്നുള്ളതാണ്. ഉപ്പനെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ കൈ കൊട്ടുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെയും തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ ഉപ്പനെ കാണുന്ന ദിവസം നിങ്ങൾ വീട്ടില് വൈകുന്നേരങ്ങളിൽ ആ ഒരു ദിവസം, നിങ്ങൾ ഏത് ദിവസമാണോ നിങ്ങളുടെ വീട്ടിൽ ഉപ്പനെ കണ്ടത്, ആ കണ്ടതിന് ശേഷം സന്ധ്യാസമയത്ത് ഒരു നെയ്ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരുന്നതിന് ഇത് സഹായിക്കും. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഉപ്പനെ കാണുന്നത് മഹാഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം നിങ്ങളെ തേടി എത്തണമെങ്കിൽ, ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഉപ്പനെ കണ്ട ഉടനെ തന്നെ ആരോടും പറയാനായിട്ട് പാടുള്ളതല്ല. ഞാൻ ഇന്ന് ഉപ്പനെ കണ്ടു എന്ന കാര്യം നിങ്ങൾ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. ഉപ്പനെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ കിഴക്കോട്ടേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഈ 2 മന്ത്രങ്ങളും 3 തവണ ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എപ്പോഴാണോ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് സാധിക്കുക, ആ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഉപ്പനെ കണ്ട് ഉടനെ തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ അത്യുത്തമമാണ്.
ഉടനെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ എന്നുള്ളതല്ല. 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഇതുവഴി സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഇനി വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉപ്പനെ നിങ്ങളുടെ വീട്ടുപരിസരത്തോ വീട്ടിലോ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനെ ഓട്ടിക്കാൻ പാടില്ല. പലരും കല്ലെടുത്തെറിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണിത്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലെ പറമ്പിലും മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലായാലും ഉപ്പനെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് വളരെയധികം ദോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരേ സമയം 2 ഉപ്പനെ കാണുകയാണെങ്കിൽ, ജോഡികളായിട്ട് ഉപ്പനെ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇരട്ടി ഫലമാണ് ഇത് സമ്മാനിക്കുന്നത്. നിങ്ങൾക്ക് ഇരട്ടി ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴാണോ കണ്ടത്, ഇന്ന് വൈകുന്നേരമാണ് അതിനെ അങ്ങനെ ജോഡിയായിട്ട് കണ്ടത് എന്നുണ്ടെങ്കിൽ, സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ 108 തവണ ഓം നമോ നാരായണായ ജപിക്കുക. അതല്ല നിങ്ങൾ സന്ധ്യയ്ക്ക് ശേഷമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസം രാവിലെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ 108 തവണ ഓം നമോ നാരായണായ ജപിക്കുക. നിങ്ങൾക്ക് കുറച്ചു നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ആ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടാൻ ഇത് സഹായിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ ജോഡികളായിട്ട് ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഗ്രഹ പൂർത്തീകരണം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളുമായിട്ട് ആരോ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. ഉപ്പന്റെ ശബ്ദം ശ്രവിക്കാൻ സാധിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്ന സമയത്ത് മാത്രം നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ ഉപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉപ്പനെ നിങ്ങളുടെ വീട്ടുപരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടുപരിസരത്തോ വീടിന് മുന്നിലോ ഒക്കെ ആയിട്ട് ഉപ്പൻ ചത്ത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപ്പന് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വന്ന് വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഇത് ദോഷം സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരാൻ പോകുന്നതിൻ്റെയോ, അല്ലെങ്കിൽ ധനനഷ്ടം സംഭവിക്കാൻ പോകുന്നതിൻ്റെയോ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ നടക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് ഇതിനെ കണക്കാക്കാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ജാഗ്രതയോടെ ഇരിക്കണം, വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതോ കഷ്ടകാലം വരാൻ പോകുന്നതിന്റെ വലിയ ഒരു സൂചനയായിട്ട് തന്നെ നിങ്ങൾ ഇതിനെ എടുക്കണം. അതിനുശേഷം അതിനുള്ള പരിഹാരങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഉപ്പൻ ചത്ത് കിടക്കുന്നത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അപകടം സംഭവിച്ച് കിടക്കുന്നത് കാണുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ ഓം നമോ നാരായണായ ജപിക്കുക. ഒപ്പം ഓം നമഃശിവായ മന്ത്രം ജപിച്ചതിന് ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ആരാണോ ഇതിനെ ആദ്യം കണ്ടത് അയാളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. സാധിക്കുമെങ്കിൽ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരിലും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധ പുലർത്തുക. നമുക്ക് മുൻകൂട്ടി കാട്ടിത്തരികയാണ് എന്തോ ഒരു കഷ്ടകാലം വരാൻ പോവുകയാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും, യാത്രകളൊക്കെ നടത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചതിന് ശേഷം വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഉപ്പൻ എന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യം കൊണ്ടുതരുന്ന പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ആരും അതിനെ ആട്ടിപ്പായിക്കാനായിട്ട് പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നല്ലതിനെ ആട്ടിപ്പായിക്കുന്നത് പോലെയാണ് ഈ ഒരു ഉപ്പനെ നമ്മൾ ആട്ടിപ്പായിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ, എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിലും
കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.